കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിന്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. പെണ്ണ് പ്രശ്നം ഗുലുമാലായോ എന്നൊരു സംശയം. ഇവിടെ ചിലതൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അതൊക്കെ ചുമ്മാതായിരിക്കുമല്ലേ. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ. എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ അമ്മേ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. പത്തനാപുരത്തുകാർക്ക് എന്നെ അറിയാം, 25 കൊല്ലമായിട്ട് എന്നെ അറിയാം, എന്റെ എക്സ്റേ വരെ അവർക്ക് അറിയാം. അവര് സൂചിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഇത് സുഖമല്ലേ, ഇത് വായിക്കുന്ന ഒരു സുഖമാണ്. പ്രിൻസിപ്പൽ കുറെ കണ്ടത് കേട്ടോ. എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. പിന്നെ താഴേക്കല്ല മേപ്പടിക്കണം അയക്കണ്ടത്, അങ്ങനത്തെ തോന്നിയതാണ് പന്നിയിലിരിക്കണം. ഞാൻ എന്ത് കണ്ടു മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. ഗായ്സ് വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ നിരപരാധിയാണെന്ന് നീ പറഞ്ഞില്ല. ഇതാണ് ചതി. പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? എല്ലാ തെളിവുകളും നിനക്കെതിരായതുകൊണ്ട്. ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയം അയാളുടെ സൗകര്യമില്ല. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. ഈ സിനിമയിൽ നിൽക്കുന്ന കാലത്ത് ഇങ്ങനെ സംഭവമുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാറും വേറൊരു നടിയുമായിട്ട് പ്രണയമാണെന്ന് പറഞ്ഞാൽ ആ നടിയെ അറിയാം, ഗണേഷ് കുമാറിനെ അറിയാം. അപ്പൊ ഇമാജിൻ ചെയ്യും, കൊള്ളാലോ. ഒരുത്തക്കേട് കാണിച്ചിട്ട് ന്യായം പറഞ്ഞു നീ പറഞ്ഞില്ല, എവിടെയാണ് ന്യായം? ഇതൊരു രോഗമാണ്. ഇത് നമ്മൾ മലയാളിക്ക് ഈ ഒരു പീപ്പിംഗ് ടെൻഡൻസി എന്നൊരു സ്വഭാവം ചില ആൾക്കാർക്ക്. ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട, എല്ലാ കുരുക്കും മുറുക്കി ഞാൻ കാത്തിരിക്കും. നിങ്ങൾ ഒന്ന് വീഴുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സസ്ത്രീ ചെയ്തിട്ട് വരാം.